ഞാൻ ഇവിടെ പറയാൻ ആരംഭിക്കുന്നത് നിക്കാഹ് ഖുതുബയെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, മതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ലതായ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എങ്ങനെ നിക്കാഹ് കഴിക്കണം എന്നും പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ യോഗ്യനായ ഒരു വരനെ കണ്ടെത്തിയാൽ അയാൾ ആവശ്യപ്പെടുന്ന മഹർ തരാൻ തയ്യാറുള്ള ഒരു വരൻ വരികയാണെങ്കിൽ അയാൾക്ക് ഏത് നിമിഷത്തിലും എവിടെ വെച്ചും എപ്പോഴും ഒരു ദിവസമോ മുഹൂർത്തമോ നോക്കാതെ ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിലെ നിക്കാഹ്. വധുവിൻ്റെ പിതാവ് നിങ്ങൾ എനിക്ക് നൽകുന്ന മഹറിന് പകരം ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും വരൻ ഞാൻ നൽകിയ മഹറിന് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മകളെ ഭാര്യയാക്കി തന്നതിന് ഞാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിക്കാഹായി. അതാണ് ലോകത്തിൽ നിന്നുള്ള വിവാഹ രീതികളിൽ ഏറ്റവും ലളിതമായത് ഇസ്ലാമിലെ വിവാഹമാണ് എന്ന് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ്. പക്ഷേ ഈ പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മളാണത് കാണിച്ചു കൊടുക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞ ഈ രീതിയിലുള്ള ഒരു നിക്കാഹ് കഴിഞ്ഞ വർഷം ഹജ്ജ് വേളയിൽ ഹറമിൽ വെച്ച് ഇഹ്റാമിൽ വേഷത്തിൽ തന്നെ ഒരു അറബി മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലും വാട്സപ്പുകളിലുമൊക്കെ വന്നിരുന്നു. അത്ര ലളിതമായ ഒരു രീതിയാണ് പ്രവാചകൻ ഈ കാര്യത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഈ പല നാടുകളിലൊക്കെ വന്നപ്പോൾ ഈ നിക്കാഹ് നേരത്തെ നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിൽ വെച്ചായിരുന്നു വിവാഹങ്ങൾ നടന്നിരുന്നത്. ഈ വിവാഹ സമയത്ത് മഹല്ലിലെ ഖത്തീബ് വന്ന് വധുവിൻ്റെ പിതാവിൻ്റെയും വരൻ്റെയും കൈ രണ്ടും ചേർത്ത് പിടിച്ച് ഈ വാചകം ആദ്യം അറബിയിലും പിന്നീട് മലയാളത്തിലും അവരെ കൊണ്ട് ബിസ്മി അടക്കം പറയിപ്പിക്കുകയായിരുന്നു. സ്വന്തമായി പറയുവാനുള്ള അറിവൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അത് വരനോടും ഇതേപോലെ തന്നെ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് വരനെ കൊണ്ടും ഇത് ആദ്യം അറബിയിലും പിന്നീട് മലയാളത്തിലും പറയിപ്പിക്കുന്നതോടുകൂടി നിക്കാഹായി. പിന്നീട് ഒരു ഫാത്തിഹയും ചെറിയ ഒരു ദുആയും നടത്തിയാൽ അതോടുകൂടി നിക്കാഹിൻ്റെ ചടങ്ങ് തീർന്നു. അന്ന് മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വധുവിൻ്റെ പിതാവും വരനും രണ്ട് സാക്ഷികളും കേൾക്കുന്ന മിതമായ ഒരു ശബ്ദത്തിലായിരുന്നു അത് നടത്തിയിരുന്നത്. എന്നാൽ ഇസ്ലാമിൽ നേരത്തെ അറേബ്യയിൽ ഒരു ജാഹിലിയ കാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം വന്നതിന് ശേഷം കേരളത്തിലും ഒരു ജാഹിലിയത്തൊക്കെ നിലനിന്നിരുന്നു. ഈ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ചില യുവാക്കൾ മഹർ കൊണ്ടുപോയി വധുവിനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ. എന്നാൽ അതിന് അവിടെയുള്ള കാരണവന്മാർ അനുവദിച്ചിരുന്നില്ല. അന്ന് നിക്കാഹ് ഒരു മകളേക്ക് വരനെയും വധുവിനെയും തേടുന്നത് വരൻ്റെയോ വധുവിൻ്റെയോ പിതാവ് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് അവരുടെ സാമ്പത്തിക ചുറ്റുപാടും മറ്റും മനസ്സിലാക്കിയ ശേഷം എൻ്റെ മകന് ഇയാളുടെ മകൾ മതി എന്ന് വരൻ്റെ പിതാവ് തീരുമാനിക്കുന്നു. അതേപോലെ ഇയാളെ സംബന്ധിച്ച് ഏറെക്കുറെ മനസ്സിലാക്കി വധുവിൻ്റെ പിതാവും എൻ്റെ മകൾക്ക് ഇയാൾ ഭർത്താവായി മതി എന്ന് തീരുമാനിക്കുന്നു. അതോടുകൂടി വിവാഹം ഉറപ്പിക്കൽ കഴിഞ്ഞു. ചിലപ്പോൾ ഈ രണ്ട് പിതാക്കന്മാരും വധുവിനെയും വരനെയും കണ്ടോളണമെന്നില്ല. ഇന്നാളുടെ മകള് എന്ന നിലക്ക് അന്ന് വിവാഹം ഉറപ്പിച്ചിരുന്നു. മുഖ്യമായും സാമ്പത്തികമായിരുന്നു നോക്കിയിരുന്നത്. അതേപോലെ തന്നെ അന്ന് വിവാഹം നടക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഒരഭിമാനമായി കരുതിയിരുന്നു. 8 വയസ്സും 9 വയസ്സും 10 വയസ്സും ഒക്കെ ആകുമ്പോഴേക്ക് വിവാഹം നടന്നിരുന്നു. അത് വധുവിൻ്റെ പിതാവിൻ്റെ സാമ്പത്തികമായിരുന്നു അതിൻ്റെ മാനദണ്ഡം. മറ്റൊരു നിയമമൊന്നും ഇവിടെയില്ല.
അങ്ങനെ ഈ മഹർ കൊണ്ടുപോയി കൊടുക്കാൻ അനുവദിക്കാതിരുന്നത് പോലെ തന്നെ വിവാഹത്തിന് ശേഷവും ഈ പെൺകുട്ടി വരൻ്റെ മാതാവിനോടൊപ്പമായിരുന്നു കുറേ സമയം കിടന്നുറങ്ങിയിരുന്നത്. ഭർത്താവിനോടൊപ്പം അങ്ങനെ വീട് കൂടലൊന്നും അന്ന് നടന്നിരുന്നില്ല. അങ്ങനെ ഒരവസ്ഥ, ഈ കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ മുഖം കാണാൻ പാടില്ല എന്ന ഒരു വിശ്വാസവും അന്നുണ്ടായിരുന്നു. ഇങ്ങനെ വധുവിൻ്റെയും വരൻ്റെയും പിതാക്കന്മാർ മാത്രം കണ്ടുറപ്പിക്കുന്ന വിവാഹം കാലം മുന്നോട്ട് പോയപ്പോൾ ചില യുവാക്കൾക്ക് വിവാഹത്തിന് മുമ്പ് താൻ വിവാഹം കഴിക്കുന്ന സ്ത്രീയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ വേഷം മാറിയും മറ്റു സൂത്രങ്ങൾ പ്രയോഗിച്ചും ചിലപ്പോൾ ഈ പെൺകുട്ടിയെ പോയി കാണും. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി അവർക്ക് ചേരാത്ത പെണ്ണാണെന്ന് തോന്നുമ്പോൾ ചില യുവാക്കൾ നിക്കാഹിന് കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും വിവാഹം എല്ലാ സ്ഥലത്തും പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഇങ്ങനെ വരനിതിന് കൂട്ടാക്കാതെ വന്ന ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എങ്കിൽ നിക്കാഹിന് അന്ന് വരന് ലഭിക്കണമല്ലോ, അതിന് പ്രയാസമാകുമെന്ന് തോന്നിയപ്പോഴാണ് വിവാഹത്തിന് മുമ്പ് നിക്കാഹ് കഴിക്കുക എന്ന സിസ്റ്റം വന്നത്. അങ്ങനെ നിക്കാഹ് കഴിക്കാൻ ആരംഭിച്ചപ്പോൾ അത് വീട്ടിൽ വെച്ച് നടത്താൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? വീട്ടിൽ വെച്ച് നിക്കാഹ് നടത്തിയാൽ അത് കല്യാണത്തിൽ പെട്ടുപോകും എന്നതാണ് അതിന് കണ്ടെത്തിയ മാർഗം. അപ്പോഴാ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്താൻ ആരംഭിച്ചു. പള്ളിയിലെ ആളുകളൊക്കെ കൂടി അവിടെ വെച്ചായിരുന്നു നിക്കാഹ് നടത്തിയിരുന്നത്. പിന്നീട് ആളുകൾ വർദ്ധിച്ചു, പള്ളിയിലേക്ക് ധാരാളം ആളുകൾ വരാൻ തുടങ്ങി. അത് പള്ളിയിലും ചില പ്രശ്നങ്ങളുണ്ടാക്കി. അത് നിക്കാഹിന് ശേഷം ഉണ്ടാകുന്ന ചായ സൽക്കാരം, അത് അന്ന് ഓലപ്പായയും പുൽപ്പായയും ഒക്കെ ആയിരുന്നു പള്ളിയിൽ. അവിടെ ചായ തട്ടി മറിഞ്ഞതും ബേക്കറി സാധനങ്ങളുടെ അവശിഷ്ടങ്ങളുമൊക്കെ ആയി ഉറുമ്പ് നിറയുന്ന ചില പ്രതിസന്ധികളും പള്ളി കമ്മിറ്റിക്കുണ്ടായിരുന്നു. ഗൾഫ് പണമൊക്കെ വന്ന് സാമ്പത്തികമായി അല്പം ഭേദപ്പെടുകയും ചെയ്തപ്പോൾ പിന്നീട് ആ നിക്കാഹ് ഇന്ന് മണ്ഡപത്തിൽ എത്തി നിൽക്കുകയാണ്.